നമസ്കാരം. നവീൻ ബാബുവിൻ്റെ വിഷയം തന്നെയാണ് നാം ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്ന കേസിലെ ഏക പ്രതിയായി കേരള പോലീസ് കണ്ടെത്തിയ പി ദിവ്യ, പർട്ടിക്കുലർ പേഴ്സൺ ദിവ്യ, അതായത് കണ്ണൂരിലെ ഒരു മുഖ്യമന്ത്രി എന്ന് തന്നെ പറയാം. അവരുടെ ജാമ്യ വ്യവസ്ഥയിൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇളവ് അനുവദിച്ചിരിക്കുന്നു. നേരത്തെ അവർക്ക് ജില്ലയ്ക്ക് പുറത്തു പോകാനുള്ള അവകാശമില്ലായിരുന്നു. ഇനി അവർക്ക് ജില്ലയ്ക്ക് പുറത്തു പോകാം, ആരെ വേണമെങ്കിലും കാണാം, ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് ആ യോഗങ്ങളിൽ പങ്കെടുക്കാം, എന്ത് പരിപാടിയിലും പങ്കെടുക്കാൻ സാധിക്കും. തിങ്കളാഴ്ച അവർക്ക് പോയി ഒപ്പിടുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കുറ്റവാളികളെ ഒപ്പിടാൻ, അവർ ഒപ്പിടാൻ പോയിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയാസ്പദമാണ്. കാരണം അവർ ഒപ്പിടാൻ പോയില്ലേ പോലീസുകാർ അവിടെ കൊണ്ട് ഒപ്പിടിപ്പിക്കുമായിരിക്കും. അതിനുശേഷം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ മാത്രം ചെന്നാൽ മതി. ജാമ്യവ്യവസ്ഥയിൽ എത്ര പെട്ടെന്നാണ് അവർക്ക് ഇളവ് നൽകിയെന്ന് നോക്കാം. പ്രതിയായി സംശയിക്കപ്പെട്ട് പ്രതിപ്പട്ടികയിലുള്ള ഒരു വ്യക്തി അവർക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിക്കുമ്പോൾ, അവർ സർവ്വസ്വതന്ത്രയായി മുമ്പോട്ട് പോകുമ്പോൾ, സർവ്വസ്വാതന്ത്ര്യത്തോടെ മുൻപ് ജീവിച്ച പോലെ ജീവിക്കാൻ സാധിക്കുമ്പോൾ, ഓർക്കുക, ഒരു മരണത്തിൽ പെട്ട് നട്ടം തിരിയുന്ന കുടുംബത്തിൻ്റെ അവസ്ഥ, അതായത് മഞ്ജുഷയുടെയും നവീൻ ബാബുവിൻ്റെ 2 മക്കളുടെയും അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. എന്താണ് നമ്മുടെ സമൂഹം ഇങ്ങനെയായി പോകുന്നത്? നീതി നിർവഹണത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായി മാറുന്നോ ഇരകൾ എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. പ്രമാദമായ എത്രയോ കേസുകൾ, മുൻ മന്ത്രിമാരൊക്കെ ബലാത്സംഗ കേസിൽ പ്രതിയായാൽ അതിൻ്റെ FIR പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മിനിറ്റുകൾ വെച്ച് FIRകൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ സ്വന്തം ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണ്, മരണത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ മൂലകാരണമായ സ്ത്രീ സർവത്ര സ്വതന്ത്രയായി ഈ സമൂഹത്തിന് മുമ്പിൽ വിരാജിക്കാൻ പോകുന്നത്. ജനാധിപത്യമോ ഏകാധിപത്യമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി കണക്ട് ചെയ്ത് പുറത്തു വരുന്ന ഒരു വിവരം, അദ്ദേഹത്തെ തൂങ്ങി നിൽക്കുവാൻ ഉപയോഗിച്ച കയർ, സാധാരണ നമ്മൾ തുണിയൊക്കെ അയയിലിടാൻ ഉപയോഗിക്കുന്ന കയറിൻ്റെ കനമയാണ് ഉണ്ടായിരുന്നുള്ളൂ. 35 മുതൽ 38 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ 25 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള കുരുക്കാണ് ഉപയോഗിച്ചിരുന്നത്. സാധാരണ തൂങ്ങി മരണം ഉണ്ടാകുമ്പോൾ ഹൃദയം നിലച്ചു കഴിയുമ്പോൾ ആ പമ്പ് ചെയ്തുകൊണ്ടിരുന്ന രക്തം ഒക്കെ തന്നെ ശരീരത്തിൽ ഹൃദയം തൊട്ട് താഴോട്ട്, തല തൊട്ട് താഴോട്ടുള്ള ഭാഗങ്ങളിലായിരിക്കും വന്ന് നിൽക്കുന്നത്, നീലനിറം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ കൈയിലും കാലിലുമൊക്കെ രക്തത്തിൻ്റെ നീലനിറം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇവിടെ അതുണ്ടായില്ല. മാത്രമല്ല, പുറത്ത് ഈ അതിൻ്റെ രക്തം കട്ട പിടിച്ചുണ്ടാവണമായിരുന്നു. എന്ന് വെച്ചാൽ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ താഴെ കിടത്തിയതിന് ശേഷം എടുത്ത് തൂക്കി എന്ന രീതിയിലാണ് ആ ബോഡി പരിശോധിച്ച ചിലരിൽ നിന്ന് കിട്ടിയ വിവരം. രക്തം പുറത്തേക്ക് വന്നത്, അതിനെപ്പറ്റി പോലും സംശയം പല രീതിയിൽ പറയുന്നുണ്ട്. എന്തായിരുന്നാലും തൂങ്ങിമരണവും മറ്റൊരാൾ പ്രേരണയാൽ കെട്ടിത്തൂക്കിയതുമായുള്ള വ്യത്യാസം മുഴുവൻ കോടതിയിൽ മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അവർക്ക് നീതി അകലെയാകുന്നു എന്ന് നാം ഓർക്കുമ്പോൾ വളരെയേറെ വിഷമം തോന്നുന്നു. പത്തനംതിട്ട ജില്ലക്കാരനായ അദ്ദേഹത്തെ പത്തനംതിട്ട കളക്ട്രേറ്റിലും അടൂരിലും ഒക്കെ വെച്ച് പല സമയങ്ങളിൽ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി കാണേണ്ടി വന്നിട്ടുണ്ട്. വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ, സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യൻ, സ്വന്തം ഭാര്യയെയും കുടുംബത്തെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മരണത്തിലാണ് ഇത്രയേറെ ദുരൂഹതകൾ മുമ്പോട്ട് നീങ്ങുന്നത്. നാം ഇവിടെ അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിലെ യഥാർത്ഥ പ്രതിയായി നിൽക്കേണ്ട ഒരു വ്യക്തി കളക്ടറാണ്. ഈ ഗൂഢാലോചനയിൽ കളക്ടർക്ക് പങ്കുണ്ടെങ്കിൽ ആ കളക്ടറെ സഹായിക്കുന്ന അതിന് തൊട്ട് മുമ്പിലുള്ള ആയിരിക്കാം, അതിന് മേളിലുള്ളവരാകാം. അങ്ങനെ മുകളിലോട്ടുള്ള ഭരണത്തെ നിയന്ത്രിക്കുന്ന, ഈ സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന, പോലീസിനെ നിയന്ത്രിക്കുന്ന പലരുടെയും കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം വളരെ വ്യക്തമായി അടിവരയിട്ട് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മരിക്കപ്പെട്ടത് ഒരു സാധാരണ മനുഷ്യനല്ല, മരിക്കപ്പെട്ടത്
ഒരു ജില്ലയുടെ രണ്ടാമത്തെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ടുള്ള നാൾ വഴികൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ മുഖ്യധാരാ പത്രങ്ങളും ചാനലുകളും നവീൻ ബാബുവിൻ്റെ മരണത്തെ അവർ ഏകദേശം കർട്ടന് പിന്നിലേക്ക് തള്ളിയതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളുമൊക്കെ ഇത് വീണ്ടും വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോകൾക്ക് ഓരോരുത്തർ നൽകിയ കമൻറ്റ് കാണുമ്പോൾ പൊതുസമൂഹം 30,000 40,000 പേർ ഒരു വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അവതരിപ്പിക്കുന്ന ആളിൻ്റെ മാനസികമായി അദ്ദേഹത്തിനുള്ള സന്തോഷം വളരെ വലുതാണെങ്കിലും അവർ പ്രകടിപ്പിക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾ വളരെ ദുഃഖകരമായി തോന്നുന്നു എന്നുള്ളതാണ് സത്യം. ഒരാളിന് പോലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിയമവും നീതിയും വേണമെന്ന് നിസ്സംശയം ആരും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും നീതി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർക്കുന്നത്, ഒരു ഫോട്ടോ പോലും പുറത്തു വരാത്ത ആ ഡ്രൈവർ പ്രശാന്തനും ഒപ്പം ഈ പറഞ്ഞ ഡോക്ടറും ഒക്കെ തന്നെ അപ്രത്യക്ഷരായിരിക്കുന്നു എന്ന വാർത്തകളും കാണുന്നുണ്ട്. നമ്മൾ MLA-മാരെയൊക്കെ നമ്മുടെ രാജ്യത്ത് ചൂണ്ടിക്കൊണ്ടുപോയി റിസോർട്ടുകളിൽ പാർപ്പിക്കാറുണ്ട്. MLA-മാരായതുകൊണ്ട് അവരൊക്കെ പിന്നെ ജീവിച്ചു വരാറുമുണ്ട്. ഇനി ഇത്തരം ആൾക്കാർ ആരെങ്കിലും തന്നെ മനോവിഷമം കൊണ്ട് ഏതെങ്കിലും മരത്തിൽ കയറി തൂങ്ങിച്ചത്താൽ അത് വിശറ് കടിച്ച് ചത്താണെന്നൊരു വാർത്ത വന്നാലും നമ്മളതിനെപ്പറ്റി കണ്ണൂരായതുകൊണ്ട് വിഷമിക്കേണ്ടിയിരിക്കുന്നില്ല. അതുകൊണ്ട് ഈ മരണത്തിൻ്റെ ദുരൂഹത നീക്കേണ്ടത് അനിവാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട നീതിപീഠം അതിന് എത്രയും പെട്ടെന്ന് ഒരു വിധി, ഉത്തരവ് സത്യസന്ധമായി പുറത്തു പറയാത്തടത്തോളം കാലം ഇത് ജനങ്ങളുടെ ഇടയിൽ സംശയമായി മുമ്പോട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നീതി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്തുണയ്ക്കുക. പിന്തുണച്ചു വരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.